ഹലോ, ഞാൻ ഷിഹാന. എൻ്റെ ടോപ്പിക്ക് കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നാണ്. റിസർച്ച് റിപ്പോർട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ കണ്ടൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. The research report presented to the business administrators should reveal enough facts by which they can judge the adequacy of the methods adopted for study. റിസർച്ചർക്ക് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സ് അവർക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സൊക്കെ ജഡ്ജ് ചെയ്യണ ഫാക്ട്സിനെ റിവീൽ ചെയ്യണം എന്നാണ് പറയണത് ബിസിനസ് റിപ്പോർട്ടിൽ. അതുപോലെ തന്നെ അവരുടെ ഫൈൻഡിങ്സിനെ, അതായത് അവർ പുതുതായി കണ്ടുപിടിച്ച എന്തെങ്കിലും ഒന്നിനെ സീരിയസ്നെസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ഒപ്പീനിയൻസൊക്കെ അവർക്ക് ഫോം ചെയ്യാൻ പറ്റണം. സോ ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻസ് ടു ദ റീഡർ, റീഡർക്ക് നെസസറി ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റഡിയിൽ ഫോളോ ചെയ്യുന്ന അപ്രോച്ചിനെയും മെത്തേഡ്സിൻ്റെയും ഡീറ്റെയിൽസ് റിസർച്ച് റിപ്പോർട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. Therefore, the technical report should include the following points. അപ്പോൾ ടെക്നിക്കൽ റിപ്പോർട്ട്സിൽ താഴെ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ. It deals with the statement of problem to be studied and the scope of study. ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ തുടക്കം, എന്തെങ്കിലും ഒന്നിൻ്റെ തുടക്കത്തിനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. അതായത് എന്തെങ്കിലും മാറ്റർ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെയും ആ സ്റ്റഡീൻ്റെ സ്കോപ്പിനെയും ഡീൽ ചെയ്യുന്നതാണ് ഇൻട്രൊഡക്ഷന്. പിന്നെ പറയണത് മെത്തഡോളജി, സ്റ്റഡി ഡിസൈൻ, നേച്ചർ ഓഫ് സാമ്പിൾ, ഡാറ്റ ആൻഡ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ഫോർ ഡാറ്റ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ അനാലിസിസ്, ഇതൊക്കെയാണ്. പിന്നെ റിസൾട്ട്സ് ഓഫ് ദ സ്റ്റഡി, ദ ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ റിസൾട്ട്സ്, ഇതൊക്കെയാണ് ടെക്നിക്കൽ റിപ്പോർട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിലെ ഫസ്റ്റ് പോയിൻ്റ് ഇൻട്രൊഡക്ഷനാണ് പറയാൻ പോകുന്നത്. ജനറലി എ റിസർച്ച് റിപ്പോർട്ട് ബിഗിൻസ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. A good introduction is a clear statement of the problem or project and why you are studying it. ഒരു ഗുഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രോബ്ലം സ്റ്റഡി ചെയ്യാൻ എന്തുകൊണ്ടാണ് സ്റ്റഡി ചെയ്യണത് അതിൻ്റെ ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു ഗുഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The introduction leads into main subject by giving the necessary background of the report, its aims, premises, scope, limitations, approach, intended audience, possible benefits and any other instructions that may be useful for the reader. ഒരു ഇൻട്രൊഡക്ഷന് മെയിൻ സബ്ജക്റ്റ് മാറ്റർക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. റിപ്പോർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ എയിംസ്, പ്രിമൈസസ്, സ്കോപ്പ്, ലിമിറ്റേഷൻസ്, അപ്രോച്ച് ഇൻറ്റൻഡഡ് ഓഡിയൻസ്, പോസിബിൾ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ റീഡർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻസിന് മെയിൻ സബ്ജക്റ്റ് മാറ്റർക്ക് ലീഡ് ചെയ്യണത്. ഇനി ദ റിസർച്ചർ ഡീൽ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം, ദ സ്കോപ്പ് ഓഫ് എൻക്വയറി, ദ റീസൺ ഫോർ സ്റ്റഡി ആൻഡ് ഇറ്റ്സ് പ്ലേസ് വിത്തിൻ ദ തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റ്. റിസർച്ചർ എപ്പോഴും പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിൻ്റെ നേച്ചർ, അതിൻ്റെ എൻക്വയറീൻ്റെ സ്കോപ്പ്, ആ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള റീസൺസ്, അതിൻ്റെ തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ ഇടയിലുള്ള പ്ലേസ്, ഇതിനൊക്കെ ആയിട്ടാണ് റിസർച്ചർ എപ്പോഴും ഡീൽ ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും സ്റ്റഡി ചെയ്യാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സ്റ്റഡീനെ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എന്ത് പ്രോബ്ലം ആണോ സ്റ്റഡി ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും റിസർച്ച് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എവറി റിസർച്ച് റിപ്പോർട്ട് ഈസ് എ ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. എല്ലാ റിസർച്ച് റിപ്പോർട്ടിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഫോർമുലേഷനും ഡെവലപ്മെൻറ്റും ആയിരിക്കും. ദ റിസർച്ചർ ഷുഡ് ഗിവ് ഇനഫ് എവിഡൻസ് ടു ദ റീഡർ വൈ ഹി ഹാസ് സെലക്റ്റഡ് സച്ച് എ പ്രോബ്ലം ഫോർ സ്റ്റഡി. റിസർച്ചർ റീഡർക്ക് മതിയായ എവിഡൻസ് കൊടുക്കണം എന്നാണ് പറയണത്. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലത്തിനെ സ്റ്റഡി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രോപ്പർ എവിഡൻസ് റീഡർക്ക്
റിസർച്ചർ പ്രൊവൈഡ് ചെയ്യണം. The statement of the problem should mention the hypothesis of the study if any were formulated and the definitions of the major concepts employed. അതായത് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്പെസിഫിക് സ്റ്റഡീൻ്റെ ഹിപ്പോത്തിസിസ് മെൻഷൻ ചെയ്യാനായിട്ട് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൻ്റെ ഹിപ്പോത്തിസിസിനെ മെൻഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. തേർഡ് പോയിൻ്റാണ് റിസർച്ച് മെത്തഡോളജി. The technical personnel or reader needs to know the technical aspects of the study in details. ടെക്നിക്കൽ പേഴ്സണൽ അല്ലെങ്കിൽ റീഡർ ആ സ്പെസിഫിക് സ്റ്റഡീൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. They want to know how the study was carried out. The researcher should give elaborate details of this in his research report. റിസർച്ചർക്ക് ആ സ്റ്റഡി എങ്ങനെയാണ് നടത്തിയെന്ന് അറിയണം. അതുകൊണ്ട് തന്നെ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. സോ ദിസ് ചാപ്റ്റർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട്. സോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇനി യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് അവർ മുന്നേ നല്ല അറിയണതും കോമൺ ആയിട്ട് യൂസ് ചെയ്യണതും ആണെങ്കിൽ റിസർച്ചർ ടെക്നിക്സ് ഇലാബറേറ്റ് ചെയ്യണതും ഇറലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവോയ്ഡ് ചെയ്യണതും ഒഴിവാക്കണം. ദിസ് ചാപ്റ്റേഴ്സ് ഷുഡ് മെൻഷൻ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഈ ചാപ്റ്റർ താഴെ പറയുന്ന ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്യണം, നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യണം എന്നാണ് പറയണത്. ഒന്നാമതെന്ന് പറയുന്നത് ബേസിക് ഡിസൈൻ ഓഫ് ദ സ്റ്റഡീൻ്റെ ബേസിക് ഡിസൈന് ഈ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യണം റിസർച്ച് മെത്തഡോളജിയിൽ. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ദ സാമ്പിൾ. തേർഡ് പോയിൻ്റ് ദ ഡാറ്റ കളക്ഷൻ ടെക്നിക്സ്. ഫോർത്ത് പോയിൻ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഫോർത്ത് പോയിൻ്റാണ് ഫാക്ട്സ് പ്രസൻറ്റേഷൻ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് അനാലിസിസ്. റിസർച്ച് റിപ്പോർട്ടിലെ അടുത്ത സ്റ്റെപ്പാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് അനാലിസിസ്. ഡാറ്റാസിൻ്റെയും അതിൻ്റെ അനാലിസിസിൻ്റെ ഒക്കെ പ്രസൻറ്റേഷന്. In the case of fieldworks, the findings should be continued by supporting statistical tables, charts, diagrams and so on. ഫീൽഡ് കേസസിലൊക്കെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്, ചാർട്ട്സ്, ഡയഗ്രാംസിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കണം കണ്ടിന്യൂ ചെയ്യേണ്ടത് എല്ലാ ഫൈൻഡിങ്സും. If it is bibliological research, the findings should be followed by sufficient reference of the source. ഇനി ബിബിയോളജിക്കൽ റിസർച്ച് ആണെങ്കിൽ ഫൈൻഡിങ്സ് എങ്ങനെ ഇരിക്കണം എന്നാണ് പറയണത്, സഫിഷ്യൻറ്റ് റെഫറൻസ് ഓഫ് ദ സോഴ്സിൻ്റെ സഫിഷ്യൻറ്റ് റെഫറൻസിനെ ഫോളോ ചെയ്തിട്ടായിരിക്കണം ഫൈൻഡിങ്സ് ഉണ്ടാവേണ്ടത്. ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് മെനി ടേബിൾസ്, ചാർട്ട്സ്, ടു മച്ച് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ടു മച്ച് ഓഫ് റെഫറൻസസ്. എപ്പോഴും ഫാക്ട്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടേബിൾസ്, ചാർട്ട്സ്, കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതൽ റെഫറൻസസൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറയണത്. ദ സപ്പോർട്ടിംഗ് ഡാറ്റ ഷുഡ് ബി അബ്രിജ്ഡ് അറ്റ് മിനിമം പോസിബിൾ ഇൻ ദ ടെക്സ്റ്റ്. സപ്പോർട്ടിംഗ് ഡാറ്റാസൊക്കെ അബ്രിഡ്ജ് ചെയ്യണത് എപ്പോഴും മിനിമം പോസിബിൾ, ടെക്സ്റ്റിലുള്ള മിനിമം പോസിബിൾ റേറ്റിലായിരിക്കും സപ്പോർട്ടിംഗ് ഡാറ്റാസൊക്കെ അബ്രിഡ്ജ് ചെയ്യുക. ഇതാണ് ഫാക്ട്സ് പ്രസൻറ്റേഷനിൽ പറയണത്. ഇനി ഫിഫ്ത്ത് പോയിൻ്റാണ് ദ ഫൈൻഡിങ്സ്. ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക. ദ ഫൈൻഡിങ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ദ ഫൈൻഡിങ്സ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഫൈൻഡിങ്സ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. വാട്ട് എവർ മേ ബി ദ ഫൈൻഡിങ്സ്, ദ ബേസിക് റൂൾ ഇൻ presenting it is that to give all the evidence relevant to the research problem, whether the results are in accordance with the investigator's view or not. ഇപ്പോൾ ഫൈൻഡിങ്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പ്രസൻറ്റ് ചെയ്യുമ്പോഴുള്ള ബേസിക് റൂൾ എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലത്തിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാ റിസർച്ചർക്കും കൊടുക്കണം. വെദർ ദ റിസൾട്ട്സ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വ്യൂ ഓർ നോട്ട്. അത് ആ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ വ്യൂസിൽ ആയിക്കോട്ടെ അല്ലെങ്കിലും ആ റിസൾട്ട് എന്ന് പറയുന്നത് ആ റിസൾട്ടിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് റിപ്പോർട്ടർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് എ പ്രൈം റൂൾ ഓഫ് സയൻറ്റിഫിക് റിപ്പോർട്ടിംഗ്. ഈ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രൈം റൂളാണ്. വൈൽ പ്രസൻറ്റിംഗ് ദ ഫൈൻഡിങ്സ്, ദ ഫോളോയിങ് പോയിൻറ്റ്സ് ആർ ടു ബി കൺസിഡേർഡ്.
ഒരു ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ കൺസിഡർ ചെയ്യണം. ദ ഫൈൻഡിങ്സ് പ്രസൻറ്റഡ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് സിമ്പിളായിരിക്കണം, അതുപോലെ തന്നെ എല്ലാ റീഡർക്കും അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ സീക്വൻസ് ഓർഡർ. ഒരു പ്രത്യേക സീക്വൻസ് ഓർഡറിലായിരിക്കണം ഫൈൻഡിങ്സ് എഴുതേണ്ടത്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. എപ്പോഴും ക്ലിയറും ആയിരിക്കണം, പ്രിസൈസും ആയിരിക്കണം ഫൈൻഡിങ്സ് എപ്പോഴും സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് സിമ്പിൾ ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ടു പ്രസൻറ്റ് ഫൈൻഡിങ്സ്. ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സിമ്പിൾ ലാംഗ്വേജാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഫൈൻഡിങ്സിൽ പറയുന്നത്. ഇനി 6th പോയിൻ്റാണ് ഇൻഫറൻസസ്. A mere presentation of findings is not enough to convey its meaning to its reader. ഫൈൻഡിങ്സിൻ്റെ ഒരു പ്രസൻറ്റേഷൻ മാത്രമല്ല റീഡർക്ക് അതിൻ്റെ മീനിങ്സിനെ കൺവേ ചെയ്യാൻ മതിയാവുക. ദ റീഡർ ഈസ് ഇൻട്രസ്റ്റഡ് ടു നോ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ സ്റ്റഡി. എപ്പോഴും ഒരു റീഡർ അതിൻ്റെ ആ സ്റ്റഡീൻ്റെ ഇംപ്ലിക്കേഷൻസ് അറിയാൻ ഒന്നുകൂടി താല്പര്യപ്പെടും, അതിനോട് ഇൻട്രസ്റ്റ് ആയിരിക്കും എപ്പോഴും ഒരു റീഡർ. ദ ഇംപ്ലിക്കേഷൻസ് ലൊക്കേറ്റ് ദ റിയൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫാക്ട്സ് ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി. ഇംപ്ലിക്കേഷൻസ് ആ സ്റ്റഡീൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഫാക്ട്സിൻ്റെ ഒക്കെ റിയൽ സിഗ്നിഫിക്കൻസിനെ ലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ഇംപ്ലിക്കേഷൻസും ഉണ്ടാവുക. എക്സ്പ്ലനേഷൻ ഓഫ് ദീസ് ഇംപ്ലിക്കേഷൻസ് ആർ ഡൺ ഐദർ വിത്ത് ദ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഓർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് സെക്ഷൻ. എപ്പോഴും ഈ ഇംപ്ലിക്കേഷൻസിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നടക്കുക ഒന്നില്ലെങ്കിൽ ഡാറ്റാസിൻ്റെ പ്രസൻറ്റേഷൻ വഴിയായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് സെക്ഷൻ എവിടെയാണ് പ്ലേസ് ചെയ്ത് അതുവഴിയായിരിക്കും ഇംപ്ലിക്കേഷൻസിന് എക്സ്പ്ലനേഷൻ നടക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആസ്പെക്ട്സ്. ഈ ഇൻഫറൻസസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ ഫൈൻഡിങ്സ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഫോർ സിമിലർ സർക്കംസ്റ്റൻസസ്. ഈ ഇൻഫറൻസ് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ ഫൈൻഡിങ്സിൽ നിന്നുള്ള ഒരു ഇൻഫറൻസസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ദ സിമിലർ സർക്കംസ്റ്റൻസസ്. പ്രത്യേക സിമിലർ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് ദ റിസർച്ചർ ഷുഡ് റിമൈൻഡ് ദ റീഡർ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ സാമ്പിൾ ഹി സെലക്റ്റഡ് ഫോർ സ്റ്റഡി ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ഇറ്റ്സ് ഡിഫറൻസ് വിത്ത് ദ പോപ്പുലേഷൻ from which it is selected. The researcher should remind. റിസർച്ചർ എപ്പോഴും അവെയർ ആയിരിക്കണം അതിൻ്റെ ആ സാമ്പിളിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് റീഡർ എങ്ങനെയൊക്കെ അവെയർ ആണെന്നുള്ളത് റിസർച്ചർ റിമൈൻഡ് ചെയ്യണം. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഓർ ദ ന്യൂ ക്വസ്റ്റ്യൻസ് ഓർ പ്രോബ്ലംസ് വിച്ച് ആർ അറൈസ്ഡ് ഫ്രം ദ സ്റ്റഡി. ഒരു സ്പെസിഫിക് സ്റ്റഡിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻഫറൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി റിസർച്ച് റിപ്പോർട്ടിൻ്റെ 7th കണ്ടൻ്റാണ് പറയുന്നത്, ദ കൺക്ലൂഷൻസ്. ദ കൺക്ലൂഷൻ ഈസ് എ റിസർച്ചേഴ്സ് ഫൈനൽ അസസ്മെൻറ്റ് അബൌട്ട് ദ ഡാറ്റ ആൻഡ് ഫൈൻഡിങ്സ്. ഡാറ്റ ആൻഡ് ഫൈൻഡിങ്സിനെ കുറിച്ചുള്ള ഒരു റിസർച്ചറിൻ്റെ ഫൈനൽ അസസ്മെൻറ്റ്, അതായത് ഫൈനലായിട്ടൊരു റിപ്പോർട്ടിനെ വിലയിരുത്തുക, അതിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ഫ്രം എവിഡൻസ്, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഇവാലുവേഷൻ പ്രസൻറ്റഡ് ഇൻ ദ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻസ്, എവിഡൻസ്, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിനൊക്കെയാണ് കൺക്ലൂഷൻസ് എത്തിച്ചേരുന്നത്. ഇതിനൊക്കെയാണ് കൺക്ലൂഷൻസ് വരുന്നത്. The researcher has to look back the work done with the facts, findings and implications and look forward to the applications to the findings and implications. ഒരു റിസർച്ചർ ഫാക്ട്സ്, ഫൈൻഡിങ്സ്, ഇംപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് എന്ത് വർക്കാണോ ചെയ്തത് അതൊക്കെ നോക്കണം. അതുപോലെ തന്നെ ആ ഫൈൻഡിങ്സിനും ഇംപ്ലിക്കേഷൻസിനും ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്ന വരെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന വരെ അതിനെ വെയിറ്റ് ചെയ്യണം ഒരു റിസർച്ചർ. While writing the conclusions, the researcher should suppress his personal prejudices so as to prevent possible alternative conclusions. കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് റിസർച്ചർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ടുള്ള പ്രെജുഡൈസസ് ഒക്കെ സപ്രസ് ചെയ്യണം. സോ പോസിബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കൺക്ലൂഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ആ റിസർച്ചർക്ക്. ഇനി 8th പോയിൻ്റാണ്
Recommendations. These are the suggestions put forward by the researcher on the basis of the study. It may not be acceptable or not. Sometimes it may not be correct. അതായത് റെക്കമെൻഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡീൻ്റെ ബേസിസിൽ റിസർച്ചർ മുന്നോട്ട് വെക്കുന്ന സജഷൻസ്, അതായത് നിർദ്ദേശങ്ങളിലാണ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഈ റെക്കമെൻഡേഷൻസൊക്കെ അക്സെപ്റ്റബിളും ആവാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതെ ആവാനും സാധ്യതയുണ്ട്. ചില സമയത്തൊക്കെ ഈ റെക്കമെൻഡേഷൻസ് കറക്റ്റ് ആവണമെന്നില്ല. ഇതാണ് റെക്കമെൻഡേഷൻസിൽ പറയണത്. ഇനി റിസർച്ച് റിപ്പോർട്ടിൻ്റെ കണ്ടൻസിലെ ലാസ്റ്റ് പോയിൻ്റാണ് പറയുന്നത് സമ്മറി ഓർ അബ്സ്ട്രാക്റ്റ്. It is better to include a brief summary of the outline problem, the procedures and the major findings and the major conclusions drawn from them. ഒരു റിസർച്ച് റിപ്പോർട്ടിൽ അതിൽ നിന്നുള്ള മേജർ കൺക്ലൂഷൻസ്, ഫൈൻഡിങ്സ്, ഔട്ട്ലൈൻ പ്രോബ്ലംസ്, പ്രൊസീജിയേഴ്സ് ഇവയുടെയൊക്കെ ബ്രീഫ് സമ്മറി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറയണത്. The abstract is a concise summary presentation of the essential elements of the report from the introduction through to and including the recommendations. അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ മുതൽ റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ കൺസൈസ് സമ്മറി പ്രസൻറ്റേഷൻ ആണെന്ന് പറയുന്നത്. കൺസൈസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് അർത്ഥം. ജനറൽ റൂൾ അനുസരിച്ച് ഈ സമ്മറി എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കണം എപ്പോഴും. റിപ്പോർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും 10 to 15% മാത്രമേ പാടുള്ളൂ. ഫുൾ സെൻറ്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫിലായിരിക്കണം സമ്മറി എഴുതേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്, കോംപ്രഹെൻസീവ്, ക്ലിയർ ആൻഡ് കൺസൈസ്. ഈ സമ്മറി എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, കോംപ്രഹെൻസീവ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ കൺസൈസ് ആയിരിക്കണം. It should include a summary of details such as purpose, scope, achievements, main points, conclusions and recommendations. ഈ സമ്മറിയിൽ എപ്പോഴും ഒരു ഡീറ്റെയിൽസിൻ്റെ സമ്മറി ഉണ്ടായിരിക്കണം. അതായത് പർപ്പസ്, സ്കോപ്പ്, അച്ചീവ്മെൻറ്റ്സ്, മെയിൻ പോയിൻറ്റ്സ്, കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം സമ്മറി എഴുതേണ്ടത്. ഇറ്റ് വിൽ ഇനാബിൾ ദ ലീഡർ ടു ഗെറ്റ് എൻ ഓവറോൾ വ്യൂ ഓഫ് ദ വർക്ക് ഡൺ വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഈ സമ്മറി വഴി ലീഡർക്ക് ഒരു വർക്കിൻ്റെ ഓവറോൾ വ്യൂ കിട്ടുകയാണ്. ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓവറോൾ വ്യൂ കിട്ടുകയാണ് ഒരു സമ്മറി കാരണം. ന്യൂ ഐഡിയ ഓർ ഫാക്ട് ഷുഡ് നോട്ട് ബി ഇൻഡിക്കേറ്റഡ് ഇൻ ദ സമ്മറി. പുതുതായുള്ള ഐഡിയാസ്, ഇന്നോവേഷൻസ് ഒന്നും സമ്മറിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്, ഈ 9 പോയിൻറ്റ്സ്. താങ്ക് യു.